ലൂർദ് കേൾക്കുന്ന മാത്രയിൽ വിശുദ്ധമായ ഒരു പരിമളം നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രതീതിയാണ്. അതെ, ലൂർദ് കേവലം ഒരു സ്ഥലം മാത്രമല്ല, അതൊരു വികാരമാണ്. പ്രത്യേകിച്ച് മരിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഒരിക്കലെങ്കിലും അവിടെ എത്തിച്ചേരാൻ അവരാഗ്രഹിക്കുന്ന ഒരിടം. കാരണം ലൂർദ് അത്ഭുതങ്ങളുടെ നഗരമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പ്രകടമായ സ്ഥലമാണ്. ഇന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിർബാധം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. ഇതിനെല്ലാം തുടക്കം കുറിക്കപ്പെട്ടത് ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ബെർണദീത്ത എന്ന 14-കാരിയിലൂടെയായിരുന്നു. അന്ന് 1858 ഫെബ്രുവരി 11 വിറക് ശേഖരിക്കാൻ മെസ്സബിയൻ വനത്തിലേക്ക് പോയ ബെർണദീത്തയ്ക്ക് മെസ്സബിയയിലെ ഗുഹയിൽ വെച്ച് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കണ്ണഞ്ചിക്കുന്ന വെള്ള വസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും അതുപോലെയുള്ള ശിരോവസ്ത്രവും ധരിച്ച് സ്വർണ്ണ ജപമാല കയ്യിലേന്തി നിൽക്കുന്ന സുന്ദരിയായ യുവതിയുടെ രൂപത്തിലായിരുന്നു മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അന്നു മുതൽ 18 തവണ മാതാവ് ബെർണദീത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. 9ാമത്തെ ദർശനത്തിലാണ് മാതാവ് നീരുറവ കാട്ടിക്കൊടുത്തത്. ഈ സംഭവത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം ലൂയി ബൂറിയറ്റ് എന്ന അന്ധൻ നീരുറവയിലിറങ്ങി മുഖം കഴുകിയപ്പോൾ കണ്ണിന് കാഴ്ച കിട്ടി. ഈ വാർത്ത കാട്ടുതീ പോലെ പടരുകയും നീരുറവയിലേക്കുള്ള രോഗികളുടെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കപ്പെടുകയും ചെയ്തു. വർഷം തോറും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 6 മില്യണോളം തീർത്ഥാടകർ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രമായി ഇന്ന് ലൂർദ് മാറിയിരിക്കുന്നതിന് പിന്നിലുള്ളതും മാതാവിന്റെ മധ്യസ്ഥം വഴിയായി ഇവിടെ നിന്ന് ലഭിക്കുന്ന വൈദ്യശാസ്ത്രത്തെ പോലും അമ്പരപ്പിക്കുന്ന രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും അടയാളങ്ങളുമാണ്. മാതാവിന്റെ നിർദ്ദേശപ്രകാരം ബെർണദീത്ത മണ്ണിൽ കുഴിച്ചപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട നീരുറവയിലെ വെള്ളം ഇന്നും മാരക രോഗികൾക്കും മാറാ രോഗികൾക്കും സൗഖ്യത്തിന്റെ തൈലമായി മാറിയിരിക്കുന്നു. ലൂർദ് മാതാവിന്റെ മധ്യസ്ഥതയിൽ നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി വെക്കണമെന്നും അവയെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണമെന്നും ആദ്യമായി നിർദ്ദേശം നൽകിയത് 1905 പിയൂസ് 10 പാപ്പയായിരുന്നു. അന്ന് മുതൽക്കാണ് ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാനും അവയെ ശാസ്ത്രീയമായി വിലയിരുത്താനും ആരംഭിച്ചത്. ലൂർഡ്സ് ഇന്റർനാഷണൽ മെഡിക്കൽ കമ്മിറ്റിയാണ് ഈ അത്ഭുതങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നത്. സർജൻ, പ്രൊഫസേഴ്സ് എന്നിങ്ങനെ 30ഓളം വിദഗ്ധർ അടങ്ങുന്ന പാനലാണ് ഇവരുടേത്. 7000ഓളം അത്ഭുതകരമായ രോഗശാന്തികൾ ലൂർദ് മാതാവിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ 72 മാത്രമേ കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളൂ. ഏറ്റവും ഒടുവിലായി ലൂർദിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടന്നത് 2025 ഏപ്രിൽ 16 വിശുദ്ധ ബെർണദീത്തയുടെ തിരുനാൾ ദിനം കൂടിയായിരുന്നു അന്ന്. ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം റെക്ടർ ഫാദർ മൈക്കിൾ ദൗബാനുസ് ആയിരുന്നു 72ാമത്തെ പ്രഖ്യാപനം നടത്തിയത്. ഇറ്റലിക്കാരിയായ ആന്റോണിയേറ്റ റാക്കോയ്ക്ക് സംഭവിച്ച സ്ക്ലീറോസിസ് എന്ന അസുഖം ഭേദമായതായിരുന്നു ഈ അത്ഭുതം. 2009 ലൂർദിലേക്ക് തീർത്ഥാടനത്തിന് വന്നപ്പോഴാണ് അത്ഭുതം സംഭവിച്ചത്. മസിലുകൾക്ക് ബലക്ഷയം സംഭവിച്ച് കാലുകളെയും കൈകളെയും നാവിനെയും ബാധിച്ച് രോഗിയെ വീൽചെയറിലേക്ക് തള്ളിവിടുന്ന മാരകമായ രോഗമായിരുന്നു അത്. അന്ന് ലൂർദിലെ നീരുറവയിൽ ഇറങ്ങി കുളിച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയ ആന്റോണിയേറ്റ അതിശയകരമായി സുഖം പ്രാപിക്കുകയായിരുന്നു. നീണ്ട വർഷങ്ങളുടെ പഠനത്തിനും അന്വേഷണത്തിനും ശേഷമാണ് ലൂർദിലെ മെഡിക്കൽ കമ്മിറ്റി ഇതൊരു അത്ഭുതമായി സ്ഥിരീകരിച്ചത്. ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗസൗഖ്യമാണ് ഇവിടെ സംഭവിച്ചതെന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. 1ാം ലോക മഹായുദ്ധത്തിൽ പരിക്കേറ്റ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനായ ജോൺ ജാക്ക് ട്രെയിനറിന് സംഭവിച്ച അത്ഭുതം 71ാമത്തെ പട്ടികയിൽ ഇടം പിടിച്ച് സ്ഥിരീകരണം നൽകിയതിന്റെ 4 മാസങ്ങൾക്ക് ശേഷമാണ് ആന്റോണിറ്റയുടെ രോഗസൗഖ്യം സ്ഥിരീകരിച്ചത് എന്ന പ്രത്യേകതയും ഉണ്ട്. ഡോക്ടർമാർ വിധിയെഴുതിയത് ജോണിനെ ഇനി രക്ഷിക്കാൻ മെഡിക്കൽ സയൻസിന് യാതൊരു സാധ്യതകളും ഇല്ല എന്നായിരുന്നു. ഒടുവിൽ 100% വൈകല്യത്തിന്റെ പേരിൽ പട്ടാളം അദ്ദേഹത്തിന് പൂർണ്ണതോതിൽ പെൻഷൻ പോലും അനുവദിച്ചു. അങ്ങനെ മാനുഷികമായി യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന അവസരത്തിൽ ലിവർപൂൾ അതിരൂപത ലൂർദിലേക്ക് നടത്തിയ ആദ്യ തീർത്ഥാടനത്തിൽ അദ്ദേഹവും പങ്കുചേർന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അത്ഭുത നീരുറവയിൽ ജോൺ പലതവണ കുളിച്ചു. 4ാം ദിവസം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആ വഴി കടന്നു വന്നത്.
രോഗികളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു പ്രദക്ഷിണം. ആ നിമിഷം ജോണിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതം കടന്നുവന്നു. 1915 മുതൽ അനക്കം നഷ്ടമായ വലതുകരത്തിൽ ജീവൻ വെച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. തനിക്ക് നടക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ ഇതെല്ലാം ജോണിന്റെ തോന്നൽ മാത്രമാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അടുത്ത പ്രഭാതത്തിൽ ജോൺ കട്ടിലിൽ നിന്ന് ചാടിയിറങ്ങി, മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി, മുറിയിൽ നിന്ന് ഗ്രോട്ടോ വരെ ഓടിപ്പോയി. ജോണിനുണ്ടായ അത്ഭുതകരമായ ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് ഡോക്ടർമാർ പല പഠനങ്ങളും നടത്തി. നിരവധി മെഡിക്കൽ സംഘങ്ങളുടെ വിശദമായ പരിശോധനകൾക്ക് അദ്ദേഹം വിധേയമാവുകയും ചെയ്തു. പക്ഷെ അവർക്കാർക്കും ജോണിനുണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഒരു ഇംഗ്ലണ്ടുകാരന് ലൂർദിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ അത്ഭുതകരമായ രോഗസൗഖ്യമായിരുന്നു ഇത്. 1943 ഡിസംബർ 8 അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വൈദ്യശാസ്ത്രത്തിന് വിശദീകരണങ്ങൾ നൽകാൻ കഴിയാതെ പോയ രോഗസൗഖ്യങ്ങൾ മാത്രമല്ല, ദൈവനിഷേധികളായ പലരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ലൂർദ് കാരണമായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പ്രശസ്തമായ ഒരു മാനസാന്തരമാണ് 1912 നോബൽ സമ്മാന ജേതാവ് കൂടിയായ അലക്സിസ് കാരൽ എന്ന ശാസ്ത്രജ്ഞന്റേത്. ഫ്രാൻസിലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ 1873 ജനിച്ച അദ്ദേഹം കോളേജ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ വിശ്വാസിയും കൂതാശകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയുമായിരുന്നു. എന്നാൽ കോളേജിലെത്തിയതോടെ അതെല്ലാം പഴങ്കഥയായി. കത്തോലിക്ക വിശ്വാസം പൂർണ്ണമായും തള്ളിക്കളഞ്ഞ അദ്ദേഹം ദൈവമുണ്ടോ എന്ന കാര്യത്തിലും സംശയാലുവായി. ക്രമേണ കടുത്ത നിരീശ്വരവാദിയായി അദ്ദേഹം പരിണമിക്കുകയായിരുന്നു. ലൂർദിലെ അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് തെല്ലും മതിപ്പുണ്ടായിരുന്നില്ല. അവയെല്ലാം കേവലം മാനസിക വിഭ്രാന്തിയുടെ ഫലമാണെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാതെ അവയൊന്നും വിശ്വസിക്കുകയില്ല എന്നുമായിരുന്നു കാരലിന്റെ നിലപാട്. ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ പൊള്ളത്തരം പൊളിച്ചടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഒരു ഡോക്ടർ സുഹൃത്തിനൊപ്പം അദ്ദേഹം ഒരു ദിവസം ലൂർദിലേക്ക് ട്രെയിൻ കയറിയത്. ആ യാത്രക്കിടയിലാണ് മേരി ബെയ്ലി എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടിയത്. ട്യൂബർകുലോസിസ് പെരിറ്റോണൈറ്റിസ് എന്ന ഗുരുതരമായ രോഗം ബാധിച്ച ആ പെൺകുട്ടി അർദ്ധ ബോധാവസ്ഥയിലായിരുന്നു. അവളുടെ വയർ വീർത്തിരിക്കുകയായിരുന്നു. ലൂർദിലേക്കുള്ള യാത്രയിലായിരുന്നു അവളും. അവിടെ ചെന്ന അത്ഭുത നീരുറവയിലെ വെള്ളം അവളെ സൗഖ്യപ്പെടുത്തും എന്നായിരുന്നു കൂട്ടുകാരുടെ പ്രതീക്ഷ. പക്ഷേ അവൾ മരണത്തെ അതിജീവിക്കില്ലെന്നും യാത്രക്കിടയിൽ തന്നെ മരിച്ചുപോയേക്കാമെന്നും ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ തന്നെ ലൂർദിലെത്തിയാലും ഉടനെ മരിച്ചു പോകുമെന്നും കാരൽ വിധിയെഴുതി. അതേ അഭിപ്രായം തന്നെയായിരുന്നു ഡോക്ടർ സുഹൃത്തിനും ഉണ്ടായിരുന്നത്. എന്തായാലും എല്ലാവരും ലൂർദിലെത്തി. ലൂർദിലെത്തിയതോടെ മേരി ബെയ്ലിയെ സുഹൃത്തുക്കൾ ഗ്രോട്ടോയുടെ സമീപത്തേക്ക് കൊണ്ടുപോവുകയും അത്ഭുത നീരുറവയിലെ വെള്ളം അവളുടെ വയറ്റിൽ തളിക്കുകയും ചെയ്തു. 3 തവണ അവർ അപ്രകാരം ചെയ്തു. അപ്പോഴെല്ലാം മേരി വേദന കൊണ്ട് പുളയുകയായിരുന്നു. എന്നാൽ അതിശയകരമെന്ന് പറയട്ടെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ വയർ സാധാരണ അവസ്ഥയിലായി. പൾസ് റേറ്റും നോർമലായി. കാരലും ഡോക്ടർ സുഹൃത്തും അടുത്ത് നിൽക്കുമ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. മരണമുറപ്പെന്ന് വിധിയെഴുതിയ പെൺകുട്ടി സാധാരണ നിലയിലേക്ക് മാറിയത് കാരലിനെ ഞെട്ടിച്ചു. അന്നേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും പെൺകുട്ടി സാധാരണ പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. മേരിക്ക് സംഭവിച്ചത് അത്ഭുതകരമായ രോഗസൗഖ്യമാണെന്ന് കാരലിന് സമ്മതിക്കാതെ വയ്യായിരുന്നു. എന്നാൽ ശാസ്ത്രജ്ഞനായ താൻ ഇതൊരു അത്ഭുതമാണെന്ന് പരസ്യപ്പെടുത്തിയാൽ തന്നെ ശാസ്ത്രലോകം പരിഹസിക്കുമെന്ന് അദ്ദേഹം ഭയന്നു. താൻ തന്റെ തന്നെ കരിയർ നശിപ്പിക്കുകയായിരിക്കുമെന്നും താൻ ലൂർദിലേക്ക് പോയി എന്നതുപോലും മറ്റുള്ളവർ അറിയാൻ പാടില്ലെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. മേരിയുടെ രോഗസൗഖ്യം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. അവരിൽ ചിലർ കാരൽ ആ സമയം അവിടെ ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കി അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അത്ഭുതകരമായ യാതൊന്നും അവിടെ ഇല്ല എന്നായിരുന്നു കാരലിന്റെ പ്രതികരണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി അദ്ദേഹം ഒരു മറുപടി എഴുതാനും നിർബന്ധിതനായി. അസാധാരണമായ എന്തെങ്കിലുമൊക്കെ നടന്നാൽ അതിനെയെല്ലാം അത്ഭുതമാണെന്ന് വിധി എഴുതുന്ന മതവിശ്വാസികളെ കണക്കറ്റ് പരിഹസിക്കാനും കാരൽ ആ കത്തിൽ മടിച്ചില്ല. ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ കാരൽ ഫ്രാൻസിൽ നിന്ന് കാനഡയിലേക്കും പിന്നീട് അമേരിക്കയിലേക്കും പോയി. അവിടെ ന്യൂയോർക്കിൽ റോക്ക്ഫെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചിൽ ചേർന്നു. ശേഷിക്കുന്ന കാലം അവിടെ ജീവിക്കാം എന്നായിരുന്നു തീരുമാനം. അതിനിടെ മേരി ബെയ്ലി കോൺവെന്റിൽ ചേർന്ന സന്യാസ ജീവിതം തിരഞ്ഞെടുത്തിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഘടന അരങ്ങേറുകയായിരുന്നു. ലൂർദിൽ നടന്ന സത്യം വിളിച്ചു പറയാൻ കഴിയാത്തതിലുള്ള ആത്മ സംഘർഷമായിരുന്നു അത്. ഒടുവിൽ അദ്ദേഹത്തിന് ലൂർദിൽ താൻ കണ്ടത്
ദൈവ സാന്നിധ്യമായിരുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. 1939 ഒരു കത്തോലിക്ക പുരോഹിതനെ കാണുകയും അവർ തമ്മിൽ സൗഹൃദം ആരംഭിക്കുകയും ചെയ്തു. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഞാൻ ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നു, ആത്മാവിന്റെ അനശ്വരതയിലും വെളിപാടിലും വിശ്വസിക്കുന്നു, കൂടാതെ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിലും. ആ പ്രഖ്യാപനത്തിന്റെ 2 വർഷങ്ങൾക്ക് ശേഷം അലക്സിസ് കാരൽ മരണമടഞ്ഞു. സമാധാനപൂർണമായ ഒരു മരണത്തിനായിരുന്നു അദ്ദേഹം വിധേയനായത്. ഇന്ന് ലോകത്തിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 1-ാം സ്ഥാനം ലൂർദിനാണ്. ദിവസം തോറും ഇവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടക്കുന്നുണ്ട്. വിശുദ്ധ ബെർണദീത്തയിൽ നിന്നാണല്ലോ ലൂർദിന്റെ ചരിത്രം ആരംഭിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ബെർണദീത്തയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട്. വിശുദ്ധ ബെർണദീത്ത പിന്നീട് കോൺവെന്റിൽ ചേർന്നു. സിസ്റ്റർ മരിയ ബെർണദീത്ത് എന്ന പേരിലായിരുന്നു അവൾ അറിയപ്പെട്ടത്. ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ജീവിതമായിരുന്നു അവളുടേത്. 1-ലധികം തവണ അവൾക്ക് രോഗീലേപനം നൽകുകയുണ്ടായി. തീവ്രവേദനയിൽ ശ്വാസം വലിക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന അവളോട് പലരും ലൂർദിലേക്ക് പോകാനും സൗഖ്യം നേടാനും ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ലൂർദിലെ അത്ഭുതം തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവൾ തന്റെ രോഗസൗഖ്യത്തിനായി അവിടേക്ക് പോകാൻ പോലും തയ്യാറായില്ല. 1879 ഏപ്രിൽ 16 സഹനങ്ങളില്ലാത്ത ലോകത്തിലേക്ക് അവൾ യാത്രയായി. 1933 ഡിസംബർ 8 പിയൂസ് 11 പാപ്പ ബെർണദീത്തയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയായ വിശുദ്ധ ബെർണദീത്തയുടെ പൂജ്യ ശരീരം ഇന്നും അഴുകാതെയിരിക്കുന്നു എന്നത് മറ്റൊരു അത്ഭുതം. ലൂർദ് മാതാവിന്റെ തിരുനാൾ ഫെബ്രുവരി 11 അന്നേ ദിവസം കത്തോലിക്ക സഭ രോഗീ ദിനമായി കൂടി ആചരിക്കുന്നു. 1992 മെയ് 13 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയാണ് എല്ലാ വർഷവും ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനം ലോക രോഗീ ദിനമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. നമുക്ക് നമ്മെ തന്നെയും മറ്റെല്ലാ രോഗികളെയും ലൂർദ് മാതാവിന്റെ മധ്യസ്ഥത്തിന് സമർപ്പിച്ച്